കല്യാണം കഴിക്കാൻ വേണ്ടി തടി കുറച്ചു? കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ല തടി കുറച്ച്. തടി കുറക്കാൻ വേണ്ടി പോയപ്പം ജിമ്മിൽ പോയി. അങ്ങനെ കല്യാണം. എത്ര വർഷം ജിമ്മിൽ? എത്ര വർഷം പോയിന്നാ? 1 മാസേ പോയിട്ടുള്ളൂ. അത്രേ ഉള്ളു? അല്ല, ആ സമയം കല്യാണത്തിന് വേണ്ടിട്ടുള്ള അല്ല, ആ സമയമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ജിമ്മിൽ ഒരു 1 മാസം, അത് 2 മാസം. എനിക്ക് തോന്നുന്നു 1-2 മാസത്തിനുള്ളിൽ കല്യാണം ഫിക്സ്ഡ് ആയിരുന്നു. ശരി. അപ്പൊ ഈ കല്യാണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു ടിപ്പാണോ, ജിമ്മിൽ പോണോന്ന്? അയ്യോ, അങ്ങനെയൊന്നും ഇല്ലപ്പാ. അല്ല, ജിമ്മിൽ പോയല്ലേ തടി കുറഞ്ഞത്? തടി കുറഞ്ഞോ? അല്ലെ, കുറയ്ക്കാൻ വേണ്ടിട്ടല്ലേ പോയത്? കുറയ്ക്കാൻ വേണ്ടിട്ടാ പോയത്. തടി കുറഞ്ഞോ ചോദിച്ചാൽ അതെനിക്ക് പറയാൻ പറ്റൂല. അല്ലെ, എങ്ങനെയാണ് ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? എനക്ക് ഇടക്കാലത്ത് ചിലപ്പം കുറച്ച് നല്ല ക്ലീൻ ഫുഡ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോ. അപ്പം ബാക്കിയുള്ള സമയത്തല്ലേ അഴുക്ക ഫുഡാണ് കഴിക്കുന്നത്? ബാക്കിയുള്ള സമയത്തൊക്കെ ഏറ്റവും ജങ്ക് ആൻഡ് യുനോ, ഞാനിപ്പോ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും നെയ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ഗീ ഇടണേന്ന് പറയും. അതെന്താന്ന് എനിക്കറിയില്ല. അത് എപ്പോഴും എനിക്ക് അങ്ങനത്തെ ഈ ഓയിലി അങ്ങനത്തെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. മട്ടൻ ആണെങ്കിൽ അതിന്റെ കൊഴുപ്പ്, സത്യം, എക്സാക്ട്ലി അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ ശരീരം അങ്ങനെ എപ്പോഴും നിൽക്കും. പിന്നെ എല്ലാം നന്നായിട്ട് കഴിക്കണമുണ്ട്. അല്ല, അതൊരു ഭാഗ്യമാണ്. അതെ, എല്ലാരും പറയും കുറച്ച് കഴിക്കണം, കാരണം അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരും, മറ്റേത് വരും, മറിച്ച് വരും. എന്തായാലും വരും. ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും വരും. നമ്മുടെ റിമി ടോമി ഒന്നും കാണാറില്ലേ? റിമി ഇടക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എന്താണ് മെസ്സേജ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കോവിഡിന്റെ ടൈമിലൊക്കെ ഇടക്കിടക്ക് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനും റിമി ഇപ്പം ഒരേ യോഗ മിസ്സിന്റെ അടുത്താണ് പഠിക്കുന്നത്, ഓൺലൈനിലാണ് പഠിക്കുന്നത്. ഇപ്പൊ താര മാമിന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ ഇടക്കിടക്ക് അവളെ ചീത്ത പറയുമ്പോ എനിക്കിവിടെ കേൾക്കാൻ പറ്റും, എന്നെ ചീത്ത വിളിക്കാൻ അവൾക്ക് അവിടെ കേൾക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ റിമി എങ്ങാണ്ട് യാത്രയൊക്കെ പോകാൻ പോണെന്തോ? ആണോ? കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാനും വ്ലോഗിങ് ചെയ്യുന്നുണ്ട് ഇപ്പം. അതെ അതെ, യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞ് തുർക്കി പോകാൻ പോകണം. ഓ, അത് ശരി. അറിഞ്ഞിട്ടില്ല, അവിടെ ഭയങ്കര വെടിവെപ്പൊക്കെ നടന്നോണ്ടിരിക്കുക. ടർക്കിയിലോ? ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഓ, തുർക്കിയിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. മറ്റേ ഹോട്ട് ബലൂൺസിൽ കയറിയിട്ടുണ്ടോ? എല്ലായിടത്തും പോയി. അവിടുത്തെ ബ്ലൂ മോസ്ക് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പള്ളിയുണ്ട്. അവിടെ വെച്ചൊരു വലിയൊരു സംഭവം ഉണ്ടായി. അതായത് ഞാനിങ്ങനെ അവിടെ മുഴുവൻ കറങ്ങി നടന്ന്, ഞാനും വൈഫും കൂടെ അവിടെ ഹിൽട്ടണിലാണ് താമസിച്ചത്. നല്ല ഫുഡ്, കറങ്ങി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം. ഒരു ബാഡ് ഹാബിറ്റ് ഞാൻ അവിടെ കണ്ടത്, എല്ലാവരും സ്മോക്ക് ചെയ്യും. ഈ സ്മോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് പോക്കറ്റിലിട്ടിട്ട് ഒരെണ്ണം എടുത്ത് സ്മോക്ക് ചെയ്യും, പിന്നെ ബാക്കിയെല്ലാം ഇത് കഴിയുമ്പോൾ അവിടെ അങ്ങനെയല്ല. അവർക്ക് 2 പാക്കറ്റ് പോക്കറ്റിന് വേണം, 1 പാക്കറ്റ് കയ്യിലും വേണം. അതിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവിടെ ചില ഐലൻഡ്സ് ഉണ്ട്, അവിടെ കാറും ഓട്ടോറിക്ഷ ഒന്നുമില്ല, കുതിര മാത്രമേ ഉള്ളൂ, കുതിര സവാരി മാത്രമേ ഉള്ളൂ. അടിപൊളി. നമ്മൾ അവിടെ ചെല്ലുക, നല്ല ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടും. ആ ഐലൻഡിലൊക്കെ ഇങ്ങനെ കുതിര സവാരി ചെയ്യുക, കറങ്ങി വരിക, തിരിച്ചു പോവുക. അങ്ങനെ ഞങ്ങൾ 4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോകാൻ നേരത്തെ ഈ ബ്ലൂ മോസ്ക് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ പോയി കണ്ടു. മനോഹരമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിശന്നു. തൊട്ടപ്പുറത്തെ ഒരു കടയിൽ ചെന്ന് നോക്കുന്നു, മലയാളി കടകൾ വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു വായിക്ക് എരിവും പുളിയുള്ള എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറിയപ്പോൾ നമ്മൾ ചോദിച്ചു, ഇന്ത്യൻ ഷോപ്സ് വല്ലതും ഉണ്ട്? അപ്പോൾ അവർ പറഞ്ഞു പുറകിലുണ്ട് എന്ന്. അപ്പം ഞാനും വൈഫുമായിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ഫാമിലി അവിടെ നിൽക്കും നടയിൽ. അവരും ഇങ്ങനെ പരുതുകൾ. അപ്പം ഞാൻ നോക്കിയപ്പം എവിടോ കണ്ട് നല്ല പരിചയമുള്ള മുഖം. അപ്പം ഞാൻ പറഞ്ഞു, എടി ഇതേ അങ്ങോട്ട് നോക്കി, എവിടോ കണ്ടിട്ടില്ലേ? അയ്യോ, മമ്മൂട്ടി. അയ്യോ. നോക്കിയപ്പം മമ്മൂട്ടി, വൈഫ്, ദുൽഖർ, വൈഫ്, ഈ 4 പേരും കൂടെ ലണ്ടനിലൊക്കെ പോയിട്ട് വന്നിട്ട് ഈ തുർക്കിയിൽ വന്നിട്ട് ഈ മോസ്കും ബാക്കിയുള്ള വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. വലിയ സന്തോഷം. നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടി. പക്ഷേ ഭയങ്കര ബോറായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന ഒന്നും ഒരിക്കലും ആ ടേസ്റ്റ് നമുക്ക് അവിടെ കിട്ടൂല. നമ്മൾ ഈ നാട് വിട്ടു കഴിഞ്ഞാൽ കേരളം തന്നെയാണ് ചങ്ക്. ഞാൻ എവിടെ യാത്ര പോയിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിലും മമ്മീനെ വിളിക്കും. ഏത് പാതിരാത്രി ആണെങ്കിലും, മമ്മി വീട്ടിൽ ഫുഡ് ഉണ്ടാ, എനിക്ക് എന്തെങ്കിലും ചോറും ഒരു മത്തി വരച്ചും പപ്പടമൊക്കെ കിട്ടിയ സമാധാനാണ്. ഭയങ്കര